ഏതൊരു അർജന്റീനക്കാരനെയും പോലെ തന്നെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും. സിരകളിൽ കാൽപന്തിന്റെ പ്രേമതുടിപ്പ്. ബ്യൂണസ് ഐറസിലെ സാന്റോറാൻസോ ക്ലബിന്റെ അംഗത്വമുള്ള ആരാധകൻ കൂടി. തന്റെ ക്ലബിന്റെ വിജയത്തിൽ ഏറെ സന്തോഷിച്ചു. പരാജയങ്ങളിൽ ഏറെ സങ്കടപ്പെട്ടു. ആൾക്കൂട്ടവും ആരവവും ആവേശമായി. ഏതാണ്ട് പന്ത് പോലെ രൂപമുള്ള ഭൂമിയിൽ ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന ചെറുപ്പക്കാരൻ കാലാന്തരത്തിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ തലവനായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ആയപ്പോഴും ബെർഗോളിയോ ഫുട്ബോൾ ഭ്രമം വിട്ടില്ല. സ്നേഹത്തിന്റെ കുറിയ പാസുകളുമായി മനുഷ്യരുടെ ഹൃദയ മൈതാനങ്ങളിൽ പുഞ്ചിരിച്ചു. പൗരോഹിത്യത്തിന്റെ അത്യുന്നതിയിലും സാധാരണക്കാരനായി നിലകൊണ്ടു. പ്രാർത്ഥനയോടെ ലോകത്തിന് സ്തുതി ചൊല്ലി. 1936 ഡിസംബർ 17 അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലാണ് ജോർജ് മാരിയോ ബെർഗോളിയോ ജനിച്ചത്. അർജന്റീനയിൽ ജനിച്ചെങ്കിലും പീഡ്മോണ്ടിൽ നിന്നുള്ള ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ മകളായിരുന്നു പിതാവിന്റെ അമ്മ. കുട്ടിക്കാലത്തെ ഇറ്റാലിയൻ, സ്പാനിഷ് ഭാഷകൾ ബെർഗോളിയോ പഠിച്ചു. വ്യത്യസ്ത സമൂഹ വിഭാഗങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കി. കുഞ്ഞുനാളിലെ സാമൂഹിക ബോധ്യമുള്ളവനായി. മാതാപിതാക്കൾ അച്ചടക്കത്തോടെയാണ് വളർത്തിയത്. അത്താഴ സമയത്ത് ബെർഗോളിയോയും സഹോദരങ്ങളും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി. ഭക്ഷണം പാഴാക്കാതെ കഴിക്കണമെന്നതും നിർബന്ധമായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ ക്ലബിൽ ബൗൺസറായി ജോലി ചെയ്തു. ഡിപ്ലോമ നേടിയ ശേഷം ലാബോറട്ടറി ടെക്നീഷ്യനായി. അക്കാലത്തെ അർജന്റീനയുടെ രാഷ്ട്രീയ അന്തരീക്ഷം യുവാവായ ബെർഗോളിയെ ഏറെ സ്വാധീനിച്ചു. രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾക്ക് കാരണമായ പെറോണിസത്തിൽ ആകൃഷ്ടനായി. തൊഴിലാളി വർഗത്തിന്റെയും ഗ്രാമീണ മേഖലയുടെ പുരോഗതി, വരുമാനത്തിലെ വ്യത്യാസങ്ങൾ എന്നിവയെപ്പറ്റിയൊക്കെ പിതാവ് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. പഠിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബെർഗോളിയോ ജന്മനാ പണ്ഡിതനാണെന്നായിരുന്നു സഹോദരി മരിയയുടെ അഭിപ്രായം. എപ്പോഴും പുഞ്ചിരിക്കുന്ന നർമ്മബോധമുള്ള യുവാവ്. ഹൈസ്കൂൾ പഠനത്തിനു ശേഷം ബ്യൂണസ് ഐറസിലെ സർവകലാശാലയിൽ ചേർന്നു. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം. പൗരോഹിത്യത്തിലേക്കുള്ള ഉൾവിളി തോന്നിയതോടെ കാമുകിയുമായി വേർപിരിഞ്ഞു. ചിലയിൽ മാനവിക വിഷയങ്ങളിൽ പഠനം. 1963 അർജന്റീനയിലേക്ക് മടങ്ങി. സാൻ മെഗുലയിലെ കൊളീജിയോ ഡി സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദം നേടി. 1964 മുതൽ 1966 വരെ സാഹിത്യവും മനഃശാസ്ത്രവും പഠിപ്പിച്ചു. 1967 മുതൽ 1970 വരെ ദൈവശാസ്ത്രം പഠിച്ചു. കാര്യങ്ങളെ യുക്തിസഹമായും വസ്തുനിഷ്ഠമായും മനസ്സിലാക്കി. മിതത്വവും എളിമയുമായിരുന്നു ജീവിത പ്രമാണം. ലോകത്തിലെ പുതിയതെല്ലാം ഉൾക്കൊള്ളാനുള്ള തുറന്ന മനസ്സ് സൂക്ഷിച്ചു. 21 വയസ്സിൽ ബ്യൂണസ് ഐറസിലെ വില്ല ഡെവോട്ടോയിൽ സെമിനാരി പഠനത്തിന് ചേർന്നെങ്കിലും വളരെ കാലം കഴിഞ്ഞ് 69 39 വയസ്സിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. പിന്നാലെ ജെറുസലേമിലേക്ക് തീർത്ഥാടനം. 69 ഡിസംബർ 13 വൈദികനായി. 73 മുതൽ 79 വരെ അർജന്റീനിയൻ സഭയുടെ പ്രൊവിൻഷ്യാളും. കർദിനാൾ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ റോമിലേക്ക് വരാനിരുന്ന ആയിരക്കണക്കിന് അർജന്റീനക്കാരെ സ്നേഹപൂർവ്വം നിരുത്സാഹപ്പെടുത്തിയ ചരിത്രമുണ്ട് ബെർഗോളിയോയ്ക്ക്. വിമാന ടിക്കറ്റിന് ചെലവാക്കേണ്ടി വരുന്ന പണം പാവപ്പെട്ടവർക്ക് നൽകാനായിരുന്നു നിർദ്ദേശം. ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക വസതിയിൽ താമസിക്കാതെ നഗരപ്രാന്തത്തിൽ ചെറിയൊരു അപ്പാർട്ട്മെന്റിൽ ജീവിച്ചു. സാധാരണക്കാർക്കൊപ്പം പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്രകൾ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം 2005 ചേർന്ന കോൺക്ലേവിൽ പങ്കെടുത്തു. വോട്ടെടുപ്പിൽ അവസാന നിമിഷം വരെ ബെനഡിക്ട് 16 മാർപ്പാപ്പയോടൊപ്പം പരിഗണിക്കപ്പെട്ടെങ്കിലും തനിക്ക് വോട്ട് ചെയ്യേണ്ടതില്ലെന്ന് അഭ്യർത്ഥിച്ച് പിന്മാറി. അക്രമങ്ങളെയും ഹിംസയെയും എന്നും എതിർത്തു. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അത്താഴ സമയത്ത് കർദിനൽമാരോട് അദ്ദേഹം ഇങ്ങനെ നർമ്മത്തിൽ പറഞ്ഞു: എന്നെ തെരഞ്ഞെടുത്തതിന് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത് ഞാൻ തന്നെ എന്ന് പരസ്യമായി പറയാനുള്ള ഹൃദയവിശാലതയുമാണ് മാർപ്പാപ്പയെ ജനകീയനാക്കിയത്.